ഐസ്. അപ്പൊ എക്സാമിനൊക്കെ ശേഷം വേറൊരു എക്സാമിനുണ്ട്. ആ എക്സാമിന് എടാ മോനെ. ഹലോ ഗൈസ്. അപ്പൊ നമ്മള് കുറെ നാൾക്ക് ശേഷം എന്റെ എക്സാമിനൊക്കെ ശേഷം അടുത്ത എക്സാം വരുന്നുണ്ട്. ആ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സെറ്റപ്പിലാണ്. ഹേർട്ടിന്റെ ഫംഗ്ഷൻ, നമ്മുടെ റാമള്ള കേന്ദ്രങ്ങളിലെ മെയിൻ ഫംഗ്ഷൻ, നമ്മുടെ മെയിൻ പാർട്ട് ഹേർട്ട്. ആ ഹെഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 10th സ്റ്റാൻഡേർഡ് തൊട്ട് +1 +2 കോളേജ് ഡിഗ്രി എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ അനാറ്റമി, ഫിസിയോളജി, അങ്ങനത്തെ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന മെഡിക്കൽ ഫീൽഡിലൊക്കെ ഏറ്റവും ആവശ്യമുള്ളൊരു മെയിൻ പാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഹേർട്ടിന്റെ ഫംഗ്ഷൻ വളരെ സിമ്പിളായിട്ട്. അപ്പം ഇത് വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും വരച്ചാണ് എടുത്ത്. ലാസ്റ്റ് ഞാൻ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഓക്കെ. ഹേർട്ടിന്റെ പുറത്ത് തന്നെ ഒരു ഷെല്ല് പോലെ ഒരു സംഭവം ഉണ്ട്, പെരിക്കാഡിയം എന്ന് പറയും, ട്രിപ്പിൾ വാമർ. അങ്ങനെ 3 ഓർഗൻ പോലെയാണ്. കാരണം വെച്ചാൽ ഈ ഹേർട്ടാണ് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് ബാലൻസ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ മെയിൻ സർക്കുലേഷനും ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും എല്ലാം കൺട്രോൾ ചെയ്തും എല്ലാം പക്കയായിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആക്കുന്നതും എല്ലാം നമ്മുടെ ഹേർട്ടാണ്. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഹാർട്ടിന്റെ ഫംഗ്ഷനിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതാണ് നമ്മുടെ സുപ്പീരിയർ ഇൻഫീരിയർ വിന കാവ. നമ്മുടെ ബോഡിയുടെ മേൽഭാഗത്ത് നിന്നുള്ള ചോരകൾ, അതായത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യണതാണ് സുപ്പീരിയർ വിന കാവ. നമ്മുടെ ലോവർ ബോഡിയിൽ നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്യണ വിനാകാവയുടെ പേരാണ് ഇൻഫീരിയർ വിനാകാവ. അപ്പോൾ ഈ സുപ്പീരിയർ ഇൻഫീരിയർ വിനാകാവ കൂടെ നേരെ റൈറ്റ് ആർട്ടിയത്തിലേക്ക് ചെല്ലും. റൈറ്റ് ആർട്ടിയത്തിൽ നിന്ന് നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ചെല്ലും. ഈ റൈറ്റ് ആർട്ടിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ചെല്ലണ ഒരു വാൾവ് ഉണ്ട്, അതിൻ്റെ നടുക്കുള്ള. ആ വാൾവിൻ്റെ പേരാണ് ട്രൈക്കോസ്പിഡ് വാൾവ്. ഓക്കെ. ആ റൈറ്റ് വെൻട്രിക്കിളിൽ ചെന്ന ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നേരെ അവിടെ നിന്ന് പൾമിനറി ആർട്ടറി കൂടെ നേരെ ലങ്സിലേക്ക് ചെല്ലും. ആ ലങ്സിലേക്ക് ചെന്നിട്ടാണ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിനേറ്റഡ് ബ്ലഡ് ആയിട്ട് പൾമിനറി വെയിനിൽ കൂടെ നേരെ ലെഫ്റ്റ് ആർട്ടിയത്തിലേക്ക് ചെല്ലും. ഈ ലെഫ്റ്റ് ആർട്ടിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ചെല്ലണതിന് ഒരു വാൾവ് ഉണ്ട് ഇവിടെ, കണ്ട? അതാണ് ബൈക്കോസ്പിഡ് വാൾവ്. അപ്പൊ ബൈക്കോസ്പിഡ് വാൾവിൽ കൂടെ നേരെ ലെഫ്റ്റ് വെൻട്രിക്കിൽ ചെന്ന ശേഷം നേരെ അയോട്ടിക് സെമിലൂണാർ വാൾവിൽ കൂടെ, അത് നമുക്കിവിടെ കാണാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഞാൻ വരച്ചിട്ടില്ല, അത് കാണാനും പറ്റില്ല. പൾമിനറി ആർട്ടറിയുടെ വാൾവിന്റെ ഉള്ളിൽ കൂടെയാണ് അത് പോയേക്കണേ. അതിൽ കൂടെ നേരെ സ്പ്രെഡ് ചെയ്ത് സുപ്പീരിയർ വിനാകാവയുടെ സൈഡിൽ കൂടെ ഉള്ള നെർവ്സിൽ കൂടെ ഒക്കെ സ്പ്രെഡ് ആവും. അങ്ങനെയാണ് ബോഡിയിലേക്കുള്ള എല്ലാ ഫംഗ്ഷൻ നടക്കുന്നത്. പെട്ടെന്ന് ഒന്നും കൂടി നല്ല സൂപ്പറായിട്ട് പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട്. ഓക്കെ. അധികം ബ്ലഡ് സുപ്പീരിയർ വിനാകാവ ഇൻഫീരിയർ വിനാകാവയുടെ നേരെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ആർട്ടറി ചെല്ലും. ഇവിടെ വന്ന് കളിച്ചിട്ട് നേരെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാൾവ് ഉണ്ട്. ആ വാൾവാണ്, ഇതിന്റെ പേരാണ് നമ്മുടെ ട്രൈക്കോസ്പിഡ് വാൾവ്. ട്രൈക്കോസ്പിഡ് വാൾവിൽ കൂടെ നേരെ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് നേരെ ആ ബ്ലഡ് അടിച്ച് നമ്മുടെ പൾമിനറി ആർട്ടറി കൂടെ പോയ ശേഷം ആ ലങ്സിൽ നിന്നിട്ട് അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയ ശേഷം നേരെ പൾമിനറി വെയിൻ വഴി നേരെ ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് വരും. ആ ലെഫ്റ്റ് ആർട്ടറിയത്തിൽ കൂടെ നേരെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ചെല്ലും. അവിടെയും ഒരു വാൾവ് ഉണ്ട്. ആ വാൾവിന്റെ പേരാണ് ബൈക്കോസ്പിഡ് വാൾവ്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൂടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ടിക് സെമി ലൂണാർ വാൾവിൽ കൂടെ നേരെ എങ്ങാട് നമ്മുടെ ബോഡിയിലുള്ള ഓരോ വെയിൻസിൽ കൂടെ അത് ബോഡിയിലേക്ക് സ്പ്രെഡ് ആവും. ഓക്കെ. പാർട്ടിന്റെ ഫംഗ്ഷൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ see you, bye. അയോട്ടിക് സെമിനാറി വാൾവ് എന്താണ്? നേരെ അയോട്ടിക് സെമിനാറി വാൾവ്. അപ്പൊ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ടിക് സെമിനാറി വാൾവ്